നമസ്കാരം. വാർത്തയിലെ സത്യം വാർത്താധിഷ്ഠിത പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. അമേരിക്കയുടെ 47ാമത് പ്രസിഡന്റായി അധികാരമേറ്റ ഡൊണാൾഡ് ട്രംപിന്റെ സത്യപ്രതിജ്ഞയ്ക്ക് ശേഷവും ലോക രാഷ്ട്രങ്ങളും ലോക മാധ്യമങ്ങളും അടുത്ത നിമിഷത്തിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അറിയാനുള്ള ആകാംക്ഷയോടെ തന്നെയാണ് അമേരിക്കയിലേക്ക് നോക്കിക്കൊണ്ടിരിക്കുന്നത്. മേക്ക് അമേരിക്ക ഗ്രേറ്റ് അഗെയിൻ, മേക്ക് അമേരിക്ക റിച്ച് അഗെയിൻ, അമേരിക്ക ഫസ്റ്റ് എന്നിങ്ങനെ ഓരോ അമേരിക്കക്കാരനെയും ആവേശത്തിൽ ആഴ്ത്താൻ പോന്ന 3 ആപ്തവാക്യങ്ങളുടെ അകമ്പടിയോടെ തുടങ്ങിയ പ്രസിഡന്റ് ട്രംപ് സത്യപ്രതിജ്ഞ നടന്ന വേദിയെ അവൈലബിൾ ഓഫീസ് ആക്കിക്കൊണ്ട് ആദ്യം ചെയ്തത് അമേരിക്കയെ കടുത്ത അരക്ഷിതാവസ്ഥയിലേക്ക് തള്ളിവിട്ട ജോ ബൈഡന്റെയും കമല ഹാരിസിന്റെയും കഴിഞ്ഞ ഡെമോക്രാറ്റിക് ഭരണകൂടം തുല്യം ചാർത്തിവിട്ട 80ഓളം ഉത്തരവുകൾ റദ്ദാക്കുകയായിരുന്നു. ശേഷം അമേരിക്കൻ ജനതയുടെ താല്പര്യം സംരക്ഷിക്കുന്ന തരത്തിലുള്ള 200 പുതിയ എക്സിക്യൂട്ടീവ് ഓർഡറുകളിൽ 80ഓളം എണ്ണത്തിൽ ഒപ്പുവെക്കുകയും ചെയ്തു. ഇനി അമേരിക്ക കാണാൻ പോകുന്ന പൂരത്തിന്റെ സാമ്പിൾ വെടിക്കെട്ടാണ് ഈ എക്സിക്യൂട്ടീവ് ഓർഡറുകൾ എന്ന് അതോടെ അമേരിക്കക്കാരടക്കം ലോകത്തിലെ എല്ലാ മനുഷ്യർക്കും വ്യക്തമായി. വിശുദ്ധ വേദപുസ്തകത്തിൽ ദൈവം നിയോഗിച്ചാക്കിയ രാജാക്കന്മാരെ പോലെ ദൈവത്തിന്റെ ജനം ശത്രുവിന്റെ ആക്രമണങ്ങളിൽ നിന്ന് സുരക്ഷിതരായി ദൈവത്തിന് വേണ്ടി നിലകൊള്ളുവാൻ രാജ്യത്തിന്റെ അതിർത്തികൾ സംരക്ഷിച്ച് ജനത്തെ സംരക്ഷിച്ചതുപോലെ തന്നെയാണ് ഇപ്പോൾ ട്രംപും കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. പ്രസംഗത്തിൽ ട്രംപ് വ്യക്തമാക്കിയതുപോലെ അടുത്ത സൂര്യാസ്തമയത്തിന് മുൻപ് തന്നെ അമേരിക്കയിലേക്കുള്ള അനധികൃത കുടിയേറ്റം അവസാനിപ്പിക്കുവാനുള്ള തീരുമാനങ്ങൾക്കനുസൃതമായി കരുക്കൾ നീക്കിക്കൊണ്ട് അമേരിക്കയുടെ സദേൺ ബോർഡറായ മെക്സിക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കുകയും നിലവിലുള്ള 2000 പട്ടാളക്കാർക്ക് പുറമെ 1600 പേരെ കൂടെ പുതിയതായി അങ്ങോട്ട് നിയോഗിക്കുകയും ചെയ്തപ്പോഴാണ് പറഞ്ഞാൽ പറഞ്ഞതുപോലെ ചെയ്യുന്നയാളാണ് ട്രംപ് എന്ന കാര്യം ചിലർക്ക് ബോധ്യമായത്. അതുകൂടാതെ 1789 കാലത്ത് അമേരിക്കയിൽ നിലവിലുണ്ടായിരുന്ന ഏലിയൻ ക്രിമിനൽ ആക്ട് തിരികെ കൊണ്ടുവരുവാനുള്ള നീക്കവും ട്രംപ് ശക്തമാക്കിയിരിക്കുകയാണ്. തന്ത്രപരമായി അമേരിക്കയുടെ പൗരത്വം കരഗതമാക്കുവാൻ പ്രസവകാലം കണക്കാക്കി അമേരിക്കയിലെത്തി പ്രസവിക്കുന്ന തരത്തിൽ ചിലർ കാണിക്കുന്ന കുതന്ത്രങ്ങളെ നിർത്തലാക്കുവാൻ ട്രംപ് ആദ്യം തന്നെ നീക്കങ്ങൾ നടത്തി. എന്നാൽ അത് അമേരിക്കൻ ഭരണഘടനയുടെ ലംഘനമാണെന്നും വ്യക്തമാക്കി ചിലർ നടത്തിയ നിയമവ്യവഹാരം വഴി താൽക്കാലികമായി ട്രംപിന്റെ നീക്കത്തിന് തിരിച്ചടി ഏറ്റിട്ടുണ്ടെങ്കിലും ട്രംപിന്റെ അടുത്ത നീക്കം എന്തായിരിക്കുമെന്ന് നോക്കിയിരിക്കുകയാണ് ഏവരും. അനധികൃത കുടിയേറ്റ നിർമ്മാർജ്ജനത്തിന്റെ ഭാഗമായി അമേരിക്കയിലേക്ക് എപ്പോൾ വേണമെങ്കിലും പോയി വരാൻ കഴിയുന്ന തരത്തിലുള്ള B1, B2 വിസ നടപടികൾ പരിഷ്കരിക്കപ്പെട്ടതിനാൽ പഴയതുപോലെ തോന്നുമ്പോൾ അമേരിക്കയിലേക്ക് പോയിട്ട് തോന്നുമ്പോൾ തിരികെ വരാൻ കഴിയുന്ന സാഹചര്യം പൂർണ്ണമായി ഇല്ലാതാക്കപ്പെട്ടിരിക്കുകയാണ്. പറഞ്ഞതെല്ലാം അപ്പാടെ പ്രാവർത്തികമാക്കിക്കൊണ്ട് 1000-ലധികം അനധികൃത കുടിയേറ്റക്കാരെയാണ് കഴിഞ്ഞ 2 ദിവസത്തിനുള്ളിൽ അറസ്റ്റ് ചെയ്ത് പുറത്താക്കിയത്. ഇവരെ കൈയും കാലും ബന്ധിച്ചാണ് സൈനിക വിമാനത്തിൽ കയറ്റി കൊണ്ടുപോകുന്നതെന്ന് പോലും വാർത്തകൾ പുറത്തു വന്നിട്ടുണ്ട്. ഇത്തരത്തിൽ മെക്സിക്കോയിലേക്ക് കയറ്റി അയച്ച വിമാനം സ്വീകരിക്കാൻ പോലും അവർ തയ്യാറായില്ല. അമേരിക്കയിലേക്ക് പോകുമെന്ന് കരുതി മെക്സിക്കോയിൽ തൽക്കാലം തങ്ങാൻ അവർ അനുവദിച്ചവരും ഇപ്പോൾ മെക്സിക്കോയ്ക്ക് തലവേദനയായി മാറിയിരിക്കുകയാണ്. ബ്രസീലിലേക്കും ഗ്വാട്ടിമലയിലേക്കും കൊളംബിയയിലേക്കുമെല്ലാം ഇത്തരത്തിൽ അനധികൃത കുടിയേറ്റക്കാരെ കയറ്റി അയച്ചു കഴിഞ്ഞു. എന്നാൽ കൊളംബിയ കുടിയേറ്റക്കാരെ കൈക്കൊള്ളുവാൻ വിസമ്മതിച്ചതോടെ കട്ട കലിപ്പിലായ ട്രംപ് കൊളംബിയയുമായുള്ള എല്ലാ നയതന്ത്ര ഇടപാടുകളും റദ്ദാക്കിയും 25% ഇറക്കുമതി ചുങ്കം ചുമത്തിക്കൊണ്ടും ഉത്തരവിട്ടു. അതോടെ വെട്ടിലായി പോയ കൊളംബിയൻ സർക്കാർ അനുനയത്തിന് തയ്യാറാകുകയും ചെയ്തിരിക്കുകയാണ്. അനധികൃതമായി അമേരിക്കയിൽ തങ്ങുന്നവരെയെല്ലാം പുറത്താക്കാനുള്ള ട്രംപിന്റെ നീക്കത്തിന് ശക്തമായ പിന്തുണ കൊടുത്തിരിക്കുന്ന ഇന്ത്യ തങ്ങളുടെ പൗരന്മാരിൽ ആരെങ്കിലും അമേരിക്കയിൽ ചട്ടവിരുദ്ധമായി തങ്ങുന്നുണ്ടെങ്കിൽ അവരെ കയറ്റി വിട്ടുകൊള്ളുവാനും സമ്മതിച്ചിരിക്കുകയാണ്. It's a great honor to have
Prime Minister Modi. ഫെഡറൽ തൊഴിലാളികളുടെ വർക്ക് അറ്റ് ഹോം പരിപാടികളും അവസാനിപ്പിച്ചുകൊണ്ട് എല്ലാ തൊഴിലാളികളോടും ഓഫീസിൽ എത്തണമെന്നും ട്രംപ് ഉത്തരവിട്ടിരിക്കുന്നത് ഇപ്പോൾ തൊഴിൽ മേഖലയിലെ മാന്ദ്യത്തിന് വലിയ പരിഹാരമായി മാറിയിരിക്കുകയാണ്. We will also require that federal workers must return to the office in person. ലോകാരോഗ്യ സംഘടനയ്ക്ക് ചൈന കൊടുക്കുന്നതിനേക്കാൾ വലിയ തുകയാണ് അമേരിക്ക കൊടുക്കുന്നതെന്നും അമേരിക്ക ലോപമെന്നി കൊടുക്കുന്ന ഫണ്ട് ഉപയോഗിച്ച് തിന്നുകൊഴുക്കുന്ന UN ലേബലിലുള്ള സംഘടനകളിൽ നിന്ന് അമേരിക്ക ബൈക്കൌട്ട് ചെയ്യുകയാണെന്നും ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നു. The World Health Organization has become nothing more than a corrupt globalist scam paid for by the United States but owned and controlled by China. When the China virus reached our shores 3 years ago, the World Health Organization disgracefully covered the tracks of the Chinese Communist Party every single step of the way. അതുകൊണ്ട് തന്നെയാണ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷനിൽ നിന്ന് പിന്മാറുമെന്ന് ട്രംപ് പ്രസ്താവിച്ചിരിക്കുന്നത്. അതുകൂടാതെ ഇസ്രയേലും ഈജിപ്തും ഒഴികെ ലോകത്തിലെ വിവിധ രാജ്യങ്ങൾക്ക് അമേരിക്കയിൽ നിന്ന് നൽകിക്കൊണ്ടിരുന്ന എല്ലാതരം ധനസഹായങ്ങളും ട്രംപ് തന്റെ ഉത്തരവിലൂടെ നിർത്തലാക്കിയിരിക്കുകയാണ്. ഇത്തരത്തിൽ ലഭിച്ച വലിയ സാമ്പത്തിക സഹായങ്ങൾ കൊണ്ട് തിന്നുകൊടുത്തിട്ട് ജനാധിപത്യ സർക്കാരിനെ അട്ടിമറിച്ച് തീവ്രവാദികൾക്കായി രാജ്യത്തെ അടിയറ വെച്ച ബംഗ്ലാദേശിനുള്ള എല്ലാ സഹായങ്ങളും ട്രംപ് നിർത്തലാക്കിയിരിക്കുകയാണ്. ബംഗ്ലാദേശിൽ നിലവിലുള്ള എല്ലാ കരാറുകളും ഗ്രാന്റുകളും സഹായ പരിപാടികളുമടക്കം നിർത്തിവെക്കാൻ ബന്ധപ്പെട്ട സഹകാരികളോട് നിർദ്ദേശിച്ചുകൊണ്ടായിരുന്നു ട്രംപിന്റെ പുതിയ ഉത്തരവ്. കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കിതച്ചു നീങ്ങുന്ന മുഹമ്മദ് യൂനസിന്റെ നേതൃത്വത്തിലുള്ള ബംഗ്ലാദേശ് സർക്കാരിന് ഈ ഉത്തരവ് വലിയ തിരിച്ചടിയായി മാറിയിരിക്കുകയാണ്. US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റിന്റെ വിദേശ സഹായ ഓഫീസ് തയ്യാറാക്കിയതും സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ അംഗീകരിച്ചതുമായ ഉത്തരവ് അനുസരിച്ച് ഇസ്രയേലിനും ഈജിപ്തിനുമുള്ള സൈനിക ധനസഹായം മാത്രമായിരിക്കും തുടരുക. അത് പ്രഖ്യാപിച്ചു തീരുന്നതിന് മുൻപ് ബൈഡൻ തടഞ്ഞുവെച്ചിരുന്ന 2000 പൗണ്ട് ബോംബുകൾ ഇസ്രയേലിന് നൽകിയിരിക്കുകയാണ് ട്രംപ്. ഹമാസുമായി വെടിനിർത്തൽ നടത്തിയെങ്കിലും അത് ഗാസയിൽ മാത്രമാണെന്ന് പറഞ്ഞ് വെസ്റ്റ് ബാങ്കിലും പിന്നെ ലബനൻ പട്ടാളം ലബനന്റെ നിയന്ത്രണം ഏറ്റെടുക്കാത്തതിനാൽ അവിടെയും ആക്രമണങ്ങൾ ഇസ്രായേൽ അഴിച്ചുവിട്ടുകൊണ്ടിരിക്കുന്നിടയിൽ ഇത്രയും കനത്ത സ്ഫോടക വസ്തുക്കൾ ഇസ്രയേലിന് കൊടുത്തത് ഇറാനും അവരുടെ കയ്യാളുകൾക്കും കനത്ത ഭീതിയായി മാറിയിരിക്കുകയാണ് ഇപ്പോൾ. Thank you, President Trump, for keeping your promise to give Israel the tools it needs to defend itself, to confront our common enemies, and to secure a future of peace and prosperity. ഏതായാലും ഹമാസ് എന്ന ഭീകര സംഘടനയ്ക്ക് ഇനിയുള്ള കാലം ഗാസയിലെ തുരങ്കത്തിനുള്ളിൽ അതിജീവനം സാധ്യമാകില്ല എന്ന കാര്യം ഉറപ്പായിരിക്കുകയാണ്. ഗാസയെ പുനർനിർമ്മിക്കുന്നതിനായി അവിടെയുള്ള ജനങ്ങളെ ഈജിപ്തിലേക്കും ജോർദാനിലേക്കും താൽക്കാലികമായി മാറ്റാനുള്ള ഒരു പദ്ധതി ട്രംപ് ഇപ്പോൾ മുൻപോട്ട് കൊണ്ടുവന്നിരിക്കുകയാണ്. അതിനോട് ജോർദാൻ വിയോജിച്ചുവെങ്കിലും ഇസ്ലാമിക അഭയാർത്ഥികളെ സൗദിയും UAEയും അടക്കമുള്ള സമ്പന്ന മുസ്ലിം രാജ്യങ്ങൾ കൈക്കൊള്ളണമെന്ന് ട്രംപ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഇപ്പോൾ. I'm looking at the whole Gaza Strip right now, and it's a mess. It's a real mess. You'd like Jordan to house people from Gaza? To take people. I'd like Egypt to take people. I'm talking to General El-Sisi tomorrow, sometime, I believe. And I'd like Egypt to take people, and I'd like Jordan to take people. You're talking about probably 1.5 million people. And we just clean out that whole thing. It's it's over the centuries that's had many conflicts that site, and I don't know. It's something has to happen, but it's literally a demolition site right now. Almost everything's demolished, and people are dying there. So I'd rather get involved with some of the Arab nations and build housing at a different location where they can maybe live in peace for a change. Temporarily, or would they ever go back? Could be temporarily, could be long term.
ചെലവിൽ ജീവിക്കുകയും പഠിക്കുകയും ചെയ്തിട്ട് നാട്ടിലും കോളേജിലുമൊക്കെ ഹമാസ് അടക്കമുള്ള തീവ്രവാദികൾക്കായി ആർത്തു വിളിച്ചവർക്ക് കൃത്യമായ താക്കീതും ട്രംപ് നൽകി കഴിഞ്ഞു. അമേരിക്കയുടെ ലിബറൽ നയത്തിൽ പിടിമുറുക്കി അത്തരം പ്രതിഷേധങ്ങളുമായി രംഗത്ത് ഇറങ്ങിയവരുടെയെല്ലാം വിസ ക്യാൻസലാക്കി വന്ന വഴിയെ തിരിച്ചു പറഞ്ഞു വിടുമെന്ന കാര്യവും ഇടത് ചിന്തകൾക്ക് അമേരിക്കയിൽ പൂർണ്ണ നിരോധനം ഏർപ്പെടുത്തുവാനുള്ള നീക്കവുമായി ട്രംപ് ഇപ്പോൾ മുൻപോട്ട് പോവുകയാണ്. ഗർഭഛിദ്രവാദികളും സ്വവർഗ അനുരാഗികളുമായിരുന്നു ബൈഡന്റെ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ വലിയ വോട്ടു ബാങ്കുകളിൽ ഒന്ന്. അക്കാലത്ത് വിചാരണ ചെയ്യപ്പെട്ട 23 ഗർഭഛിദ്ര വിരുദ്ധ പ്രതിഷേധക്കാർക്ക് വ്യാഴാഴ്ച ഡൊണാൾഡ് ട്രംപ് മാപ്പ് നൽകിക്കൊണ്ട് നൽകിയ ഉത്തരവും ശ്രദ്ധേയമായിരിക്കുകയാണ്. ഇപ്പോൾ അവരെ പ്രോസിക്യൂട്ട് ചെയ്യാൻ പാടില്ലായിരുന്നുവെന്നും അവരിൽ പലരും പ്രായമായവർ ആയിരുന്നുവെന്നും അതിൽ ഒരു ക്രിസ്ത്യൻ പുരോഹിതനും ഉണ്ടായിരുന്നുവെന്നും വാഷിംഗ്ടണിൽ നടന്ന പ്രധാന ഗർഭഛിദ്ര വിരുദ്ധ മാർച്ചിന് തലേന്ന് ട്രംപ് പറഞ്ഞു. വെള്ളിയാഴ്ച 10,000 പങ്കെടുത്തുകൊണ്ട് അമേരിക്കയിൽ നടന്ന മാർച്ച് ഫോർ ലൈഫ് അമേരിക്കയെ അക്ഷരാർത്ഥത്തിൽ ആവേശത്തിലാക്കിയിരുന്നു. As of today, it will henceforth be the official policy of the United States government that there are only 2 genders, male and female. A set of pardons for peaceful pro-life protesters who were prosecuted by the Biden administration for exercising their First Amendment rights. Do you know how many? I believe it's 23, sir. 23 people were prosecuted. They should not have been prosecuted. Many of them are elderly people. They should not have been prosecuted. This is a great honor to sign this. They'll be very happy. So they're all in prison now. Some are out of custody. It's ridiculous. മറ്റൊരു ശ്രദ്ധേയമായ നിർദ്ദേശം പരിസ്ഥിതിയെ സംരക്ഷിക്കുന്നതിനുള്ള എല്ലാ നടപടികളിൽ നിന്നുമുള്ള അമേരിക്കയെ പിൻവലിക്കുന്നതാണ്. ഒറ്റ നോട്ടത്തിൽ നാടിനും നാട്ടുകാർക്കും ഗുണം വരുത്തുന്ന കാര്യമാണെന്ന് തോന്നുമെങ്കിലും ഇന്ന് നടക്കുന്ന പരിസ്ഥിതി സംരക്ഷണ പ്രവർത്തനങ്ങളിൽ ഭൂരിഭാഗവും കാപട്യങ്ങൾ നിറഞ്ഞതും നിഗൂഢമായ ക്രൈസ്തവ വിരുദ്ധത നിറഞ്ഞു നിൽക്കുന്നതുമാണ്. അത് ബോധ്യപ്പെട്ടതിന്റെ വെളിച്ചത്തിലാണ് പാരീസ് കാലാവസ്ഥ ഉച്ചകോടിയിൽ നിന്നും അമേരിക്ക പിന്മാറുകയാണെന്ന കാര്യം ട്രംപ് ഇപ്പോൾ പ്രസ്താവിച്ചിരിക്കുന്നത്. ട്രംപിന്റെ ഓർഡറുകളിൽ മറ്റു പ്രധാനപ്പെട്ട ഒന്ന് അമേരിക്കയിലേക്ക് ഇറക്കുമതി ചെയ്യുന്ന സാധനങ്ങൾക്ക് ഏർപ്പെടുത്താൻ പോകുന്ന ഇറക്കുമതി ചുങ്കം കൂട്ടുക എന്നതാണ്. ഇന്ത്യക്കെതിരെ ഉപരോധങ്ങളുമായി നീങ്ങിയ കാനഡയെ ട്രംപ് വിരട്ടിയത് 25% ഇമ്പോർട്ടിംഗ് ട്രേഡ് താരിഫിന്റെ മൂർച്ചയുള്ള മുന കാട്ടിയായിരുന്നു. ചൈനയോടും മറ്റ് ചില രാജ്യങ്ങളോടും അതേ സമീപനം തന്നെയാണ് അമേരിക്ക കൈക്കൊണ്ടിരിക്കുന്നത്. അനധികൃത കുടിയേറ്റക്കാരുമായി എത്തിയ അമേരിക്കയുടെ സൈനിക വിമാനത്തെ തിരസ്കരിച്ച കൊളംബിയയുടെ നേരെ ട്രംപ് എടുത്തു വീശിയതും ഇതേ വാള് തന്നെയായിരുന്നു എന്നതാണ് ശ്രദ്ധേയമായ കാര്യം. ട്രംപിന്റെ പുതിയ നിർവാഹക നിർദ്ദേശത്തിലെ ഒരു പ്രധാനപ്പെട്ട ഘടകം ജെൻഡർ ഐഡിയോളജിയാണ്. അതുമായി ബന്ധപ്പെട്ട് ട്രംപ് പുറത്തിറക്കിയ ഓർഡറിന് ഇപ്പോൾ അമേരിക്കയിൽ ലഭിച്ചിരിക്കുന്നത് അതിശക്തമായ പിന്തുണ തന്നെയാണ്. എത്രയധികം ജെൻഡറുകൾ ഈ ലോകത്തുണ്ടെങ്കിലും സർവശക്തനായ ദൈവം ഭൂമിയിൽ സൃഷ്ടിച്ച സ്ത്രീ പുരുഷൻ എന്നീ 2 ജെൻഡറുകൾ മാത്രമേ യഥാർത്ഥത്തിലുള്ളൂ എന്നും അതിനനുസരിച്ചായിരിക്കും അമേരിക്കയിൽ ഇനിയുള്ള കാര്യങ്ങൾ എന്നുമൊക്കെയുള്ള ട്രംപിന്റെ പ്രഖ്യാപനം. ദൈവനിയോഗത്തിൽ രാജ്യത്തെ നയിക്കാൻ ആഗ്രഹിക്കുന്ന ക്രാന്തദർശിയായ ഒരു നേതാവിന്റെ നീക്കങ്ങൾ തന്നെയാണ്.